മുരളിയണ്ണത് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചു ഒരു അത്യാവശ്യം അമ്പലത്തിൽ മകരവിളക്കിന്റെ ഉത്സവം തുടങ്ങിയല്ലേ? നല്ല തിരക്കാട്ടിരുന്ന സമയത്താണ് ഇയാൾ വിളിച്ചത്. എന്താണ് കാരണം? എന്ത് എന്നാ അമ്പലത്തിൽ നിന്നോണ്ടൊക്കെ അതിന്റെ ഐശ്വര്യമുണ്ട്. 10 പൈസ തടയുന്ന കേസ് പറയാനല്ലേ വിളിച്ചത്. ഇന്നാളെ എന്റെ അടുത്ത് വാടകക്കാരുണ്ട്, വാടക വീടുണ്ടോ എന്ന് ചോദിച്ചില്ലായിരുന്നു. കവടിയാറ് നല്ല കിടുക്കാച്ചി ഫർണിഷ് ചെയ്ത കിടിലൊരു വീട് വാടക ആളിനുണ്ടോ നോക്കിയോ. അവരെന്തോ ചോദിക്കുന്നപ്പം 1 ലക്ഷം രൂപ അഡ്വാൻസും 15,000 രൂപ വാടക. അങ്ങനത്തെ പാർട്ടി ഒന്നും എൻ്റെ ഇല്ലടെ. കുറഞ്ഞ ഒരു 50 രൂപയ്ക്കകത്ത് അഡ്വാൻസ്, ഒരു 6,000 രൂപയ്ക്കകത്തുള്ള വാടകയാണ്. 6,000 രൂപയ്ക്ക് കോഴിക്കോട് കിട്ടും. ഈ തിരുവനന്തപുരം സിറ്റി റോഡ് സൈഡിൽ കിണ്ണം കാച്ചി വീട്, ടൈൽസ് കളർ ചെയ്ത്, കറണ്ട് പോകുമ്പോൾ കത്തുന്ന സുന എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. 6,000 രൂപയ്ക്ക് കിട്ടുമോ? ഇയാൾ പറയുന്നതൊക്കെ ശരി തന്നെ. എൻ്റെ അങ്ങനത്തെ ആള് വരണ്ടേ? ഞാൻ പക്ഷേ ബാങ്കിൽ ജോലിയുള്ള ഒരാളെ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അവരെന്താ പറഞ്ഞേ? വിളിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. അണ്ണ 15ന്റെ കേസ് കിട്ടും. 1 ലക്ഷം രൂപ എന്തായാലും അഡ്വാൻസ് ഒരു താഴത്തില്ല. ലാസ്റ്റ് ഒരു 12 രൂപ വാടക. 12 രൂപ വാടക മേടിച്ചു കൊടുത്താൽ ഒരു മാസം വാടക 6,000 12 രൂപ നമ്മൾ പപ്പാതി വീക്കും. അത് അവര് എടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ. അത് വീട് അവരെ കൊണ്ട് എടുപ്പിക്കണം. നല്ല കൈമറിഞ്ഞു പോകുന്നു. ഈ പാർട്ടി വന്ന് വീട് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ എടുക്കുള്ളൂ. വീട് കാണിക്കാം, അവരോട് സംസാരിക്കുക. എന്നിട്ട് മുരളിയണ്ണോട് വാ, നമുക്ക് ഒരുമിച്ച് പോയി വീട് കാണിക്കാം. നാളെ മറ്റന്നാളെ കാണാം. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം 1 ലക്ഷം രൂപയ്ക്കകത്ത് അണ്ണ കുറയ്ക്കാൻ നിൽക്കരുത്. 12 പറയണ്ട, 15 തന്നെ പറഞ്ഞു. അവർ വന്ന് വീട് കാണുമ്പോൾ എന്തായാലും അവർ 1,000 2,000 കുറയ്ക്കാൻ പറയും. അപ്പൊ നമ്മൾ കറക്കി തിരിച്ച് 12. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഒരു കാർ ഇടാനുള്ള സൗകര്യമുള്ളൂ, കൂടുതൽ വണ്ടി ഇടാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ എന്തുവാ, പിന്നെ മാസവാടക കൃത്യം 1-ാം തീയതി അവർ ബാങ്കിൽ ജോലിക്കാരില്ല, അത് അവർക്ക് കൊടുത്തുകൂടെ? അവർ സെറ്റ് ആവുമല്ലോ. സെറ്റാണ്. ഓക്കെ ഓക്കെ. ഞാൻ എങ്കിൽ പോയിട്ട് ഒന്ന് വിളിക്കാം. അണ്ണ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കാൻ നോക്കാം. അവരൊന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറ. അങ്ങനെ ഞാൻ അവരെ ബ്ലോക്ക് ഏറ്റാമച്ചമ്പി അൻസാറിക്കയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ അവർ കൊണ്ടു. ഞാൻ ന്യൂട്രി അറിഞ്ഞൊപ്പിച്ച് ഞാൻ വീടും പോയി കിടപ്പിച്ചത്. അമ്പലത്തിൽ ഇപ്പൊ തിരക്കുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ വിളിക്കും. വിളിച്ചിട്ട് നിന്റെ അടുത്ത് ഞാൻ ഉടൻ തന്നെ വിളിച്ച് ഞാൻ പറയും. ഞാൻ പോയിക്കോട്ടെ. പിന്നെ വേറെ അവരോട് പറയണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ താൽക്കാലിക പാർട്ടിയാന്ന് പറയരുത്. നമ്മൾ ഇതേപോലെ വാടകയ്ക്ക് വസ്തു കച്ചവടം, വീട്, വണ്ടിന്റെ പരിപാടി എല്ലാം ചെയ്യുന്ന ബ്രോക്കർമാരാണ്. എന്നെ ആ രീതി അല്ല. അവർ മുമ്പ് വെച്ച് റൊണാൾഡോ സാറെന്ന് കാണാൻ വിളിച്ചോ. എനിക്ക് സെറ്റപ്പ്, ഞാൻ സെറ്റപ്പിലായിരിക്കും വരുന്നത്. സെറ്റപ്പ് കാണിച്ചാലേ കളം നടക്കത്തുള്ളൂ. വീട് കണ്ട അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഈ ബാങ്ക് ടീമാണല്ലോ. പിന്നെ അപ്പൊ ആ രീതി അവരോട് പ്രസന്റ് ചെയ്തോളാം. അതുകൊണ്ട് 2 ദിവസത്തിൽ റെഡിയാണ്, നമുക്ക് പോയി വീട് ഒപ്പിക്കാം കേട്ടോ. ശരി ശരി, ഞാൻ പോട്ടോ. പിന്നെ വണ്ടിപ്പണി വല്ലാണ്ടോ കൊണ്ട് താഴെ. അത് ഞാൻ എനിക്ക് വന്ന അവിടെ ഞാൻ കൊണ്ട് തരത്തില്ല. ഇതിനകത്ത് ഇച്ചി പൈസ ഞാൻ ഒപ്പിക്കും. എന്തോ ഒരു കഷ്ടം. കാലെടുത്ത് കുത്താൻ വയ്യ, ഒരു ചുവട് വയ്ക്കാൻ വയ്യ. ഒക്കത്തില്ലേ ലില്ലേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ കുഞ്ഞേ. അല്ല, ഇതൊന്ന് തുറന്നു വന്നേ മോളെ. പഴയതങ്ങ് തീർന്നു. പൊട്ടിച്ചില്ലായിരുന്നു അമ്മേ. ഈ മരുന്ന് കഴിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം എടുത്ത് കഴിക്കണം. അരി ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്, ഇതുവരെ വെന്തിട്ടില്ല. അത് വെന്ത് കഴിയുമ്പോ മുത്തിനെ കൊണ്ട് അടുപ്പിക്കണം. അവള് ചെയ്യോ? അവൾ ചെയ്ത് പഠിക്കട്ടെ. ഏട്ടനാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്ന അരിക്ക് ഭയങ്കര വേവ. വെളുപ്പാങ്കാലത്തോട് ഞാൻ അരി അടുപ്പത്തിട്ടതാ, ഇതുവരെ വെന്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അടച്ചിട്ട് പോയേനെ. ആ അമ്മ ഒഴിച്ചു കുടിച്ചോളൂ. ഇതെന്താ അരിഷ്ടം കുടിക്കുന്ന? പോയി എടി, അമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു ഞാൻ വരണമെന്ന്. ഞാൻ പറഞ്ഞ് അമ്മയ്ക്ക് വയ്യാതിരിക്കുവാന്ന്. ആന്റി വരാന്ന് പറഞ്ഞല്ലേ? സുലുവാന്റി അവരുടെ വീട്ടിൽ പണിയില്ലാതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ. അല്ല, അവളും കൂടെ വരട്ടെ. അല്ല, സുലുവും കൂടെ ഉണ്ടല്ലോ. വേണ്ട, അതിന്റെ ഒരാവശ്യമല്ല, അവൾ ഇവിടെ ഇരുന്നോളൂ. അല്ല, ആന്റി ഉള്ളോണ്ടാ. ആന്റി ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ദേ ദേ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് കറക്റ്റായിട്ട് ചോറ് എടുത്ത് കൊടുക്കണം. കഞ്ഞില്ലേ അമ്മ? ചേച്ചി റെഡിയായ? എടി മുത്തേ, മാമി അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, വെന്തിട്ടില്ല.
കുഞ്ഞ് ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണം, നോക്കിട്ടൊന്ന് അടച്ചേക്കണേ. പോവാന്നെ അവനെന്തേ റെഡിയായില്ല ഇത് റെഡിയായി. ഏട്ടാ വാ ഏട്ടാ, പോവാ. ആ പോവാ. അമ്മ സമയത്ത് ആഹാരം കഴിച്ച് മരുന്നും കഴിക്കാൻ മറന്നുപോലെ. ഓ അതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ സമയത്ത് പോവാൻ നോക്കി, അല്ലെങ്കിൽ അവര് വണ്ടി വിട്ടങ്ങ് പോകും. ഞാൻ പറഞ്ഞേ. അങ്കം എന്തിനാ ഇപ്പഴേ വന്നേ? അല്ല അത് കുഴപ്പമില്ല, ഉച്ചക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. പണി ഒതുക്കിയിട്ട് വന്നാ മതി. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എന്റെ പണിയൊക്കെ രാവിലെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇന്നലത്തെ മീൻകറി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, അച്ചാറുണ്ട്, 2 പപ്പടം കൂടി കൊടുത്താൽ മതി. അത് സാരമില്ല. നിങ്ങൾ ഇറങ്ങാറായില്ല? ആ എന്നാ ഇറങ്ങാം. ഞാൻ ആലോചിക്കായിരുന്നു എന്റെ അളി ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പാട്ട വണ്ടി വഴിയെങ്കിലും ഒപ്പിച്ചോണ്ട് വന്നേ പോകാനായിട്ട്. ആ പാവത്തിന്റെ വില ഇപ്പൊ മനസ്സിലായല്ലോ. ഹലോ, ഞങ്ങൾക്ക് പോകാനായിട്ട് സ്കൂട്ടർ ഉണ്ട് 2 പേർക്ക്. ഓ സ്കൂട്ടർ ഞങ്ങളും മേടിക്കും. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ തന്നെ തരണം. വരി പോവാം. ആ റൊണാൾഡോ ചേച്ചൻ അവിടെ പോയി കിടക്കുന്നു. എനിക്കറിഞ്ഞില്ല. വാ നമുക്ക് ഇറങ്ങാം. അമ്മ പോയിട്ട് വരട്ടെ അമ്മ. പോയിട്ട് വരാം. കൊണ്ടാമാ ചേച്ചി ആ പോയിട്ട് ശരിയാ. ചേച്ചി പോരാ, എന്തെങ്കിലും വിളിക്കണേ. ഓ ഒന്നുമില്ല. എന്തോ അരിയൊക്കെ അടച്ചിടാൻ അറിയാമോ? ഓ ചെയ്യാറുണ്ട്. ഇത്തിരി കഞ്ഞിയായിട്ട് മതി എനിക്ക്. അമ്മയ്ക്ക് കഞ്ഞി മതിലാ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ആന്റി വരാവേ. ഓ ഞാൻ വരണോ? വേണ്ട വേണ്ട വേണ്ട. അല്ല സുലു ഒന്ന് നോക്കും. ആ ഞാനും കൂടെ പോ. അമ്മുമ്മ റൊണാൾഡോ എന്താ കാര്യം പറയണ്ടാന്ന്. എന്താന്ന്? ഓട്ടോ ബസ്സടിച്ച് പറഞ്ഞു അവിടെ പറഞ്ഞില്ലേ? ഏ? റെഡിയായി ഞങ്ങള്. അമ്മ മുത്ത എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വരണ്ടാന്ന്. അമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നോണ്ടാന്ന്. അല്ല അതൊക്കെ, പക്ഷെ സുലുവാന്റി വരുമല്ലോ, അതുകൊണ്ടാണ്. എടി സുലു ചേച്ചി എപ്പ വരാനാ? സുലു ചേച്ചിക്ക് അവിടെ പണിയില്ല, അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സുലു ചേച്ചി വരുവുള്ളൂ. ശരി, അമ്മയ്ക്ക് കറക്റ്റായിട്ട് ചോറും കറിയൊക്കെ എടുത്തു കൊടുത്തോളണം. അതിനു വേണ്ടി നിന്നോട് നിർത്തിയത്. അതൊക്കെ കൊടുക്കും. ആ അവരെ ഇവിടെ വന്ന് ചേച്ചി റെഡിയായി. ചേച്ചി അരി അടുപ്പത്ത് കൊടുക്കുക, വെന്തിട്ടില്ല, ഒന്ന് വാർക്കണായിരുന്നു. ഞാൻ ചെയ്യാം. കുഞ്ഞു വാർത്തോളുവാ, റെഡി റെഡി റെഡി. വിളിക്കരുത്. അവക്കൊന്ന് കാണിച്ചു കൊടുക്കണം. പക്ഷെ അമ്മ ഒന്ന് അടുത്തൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതൊക്കെ നമുക്ക് അറിയാം. അല്ല ഞാൻ ചെയ്യാം. അമ്മ ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കണേ കേട്ടാ. ഇറങ്ങാന്നെങ്കി വാ. എന്റെ അളി ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട വണ്ടിയെങ്കിലും വഴി ഒപ്പിച്ചോണ്ട് വന്നേ. നിനക്ക് അത് ഒപ്പിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല എനിക്കിപ്പോ ഒപ്പിക്കേണ്ട കാര്യമില്ലടേ. നമുക്ക് പോകാനുള്ള 2 വീലർ നമ്മൾ സ്വന്തമായിട്ട് പോയേട്ടാ. ഓ ഞങ്ങൾ ഓട്ടോറിക്ഷ വാ വാ. ഇനിയിപ്പോ ഓട്ടോറിക്ഷ തന്നെ ശരണം. ഇനിയിപ്പോ അത് പറഞ്ഞ് ഇടിവെക്കല്ലേ. വാ പോട്ടമ്മ. പോയിട്ട് കേട്ടാ. അമ്മക്ക് എന്താണോ ഞാൻ വന്നപ്പോ മുതൽ വിഴുങ്ങുസിയാന്ന് പറഞ്ഞ് നോക്കി നിക്കുവാ. മകളെ നമ്മള് പോണേന്റെ വിഷമായിരിക്കും. എന്താ അമ്മ? അയ്യോ ദേ സുലു ചേച്ചി വരുന്നു. ഇത്ര നേരത്തെ വരുമെന്ന് വിചാരിച്ചില്ല. പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞാ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് ശരി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഇനിയിപ്പോ അവിടെ ഒന്നും വെക്കൊന്നും വേണ്ട. ഉച്ചക്ക് ഇവിടുന്ന് ചോറുണ്ണ. ഇന്നലത്തെ മീൻകറിയും പുളിശ്ശേരിയും അച്ചാറും ഒക്കെ ഉണ്ട്. പപ്പടം കൂടി കച്ചിക്കാൻ പിന്നെ ഇറങ്ങാം. പോണ്ട പോനെ പോണ്ട. എന്തി പറയണ? അമ്മാവനൊക്കെ അവിടെ നോക്കിക്കുവാ. വേണ്ട, ഇപ്പം ഓട്ടോയിൽ കയറണ്ട, എന്തെങ്കിലും അപകടം സംഭവിക്കും. ഓട്ടോയിൽ കയറി എന്താ എന്താ പേടിയാവുന്നു. എന്തിനാ പേടിക്കണത്? അമ്മ ഇപ്പൊ എന്ത് പറ്റി? അമ്മ ഇത്ര നേരം അവിടെ ഇരിക്കുകയല്ലായിരുന്നേ? അമ്മ അവിടെ കാത്തു നിൽക്കുകയല്ലേ? റൊണാൾഡോ അതിനെന്തമ്മ? എന്താ അമ്മ ഇതേറ്റമ്മക്ക് എന്താ അമ്മേ? അമ്മ
എന്താ അമ്മേ? അത് പേടിയാവുന്നു. എന്തമ്മാ അമ്മ വന്നേ. തിരിച്ചു വാ. ഓടി അമ്മ വന്നേ. എന്താന്ന് അമ്മാവനോട് ഇനി എന്ത് പറയും? വാ. അമ്മ വന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം വാ. അമ്മ കേറ്. വരുവാ വരുവാ. അതാ നമ്മളുണ്ട് കൂടെ. അമ്മാവ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്. അതെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അമ്മയ്ക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ വന്നു. അപ്പൊ അമ്മ പോണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളിവിടെ അമ്മയുടെ അപ്പുറം ഇരിക്കുക. ഞാൻ ഇടവളി ഇരിക്കുക. അമ്മ വിട്ടോ, ഞങ്ങൾ വന്ന അമ്മ വിട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. അല്ലല്ല അത് ആശുപത്രി കൊണ്ടുപോയിക്കണം. നോക്കട്ടെ. ശരി മാ, അപ്പൊ നടക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ പോയെന്ന് കരുതിയാ ഓടി വന്നേ. പറഞ്ഞപ്പോ ആ റോഡിൽ ഭയങ്കര ബ്ലോക്ക്. മറ്റേ വളവില്ലേ, അവിടെ വലിയൊരു ആക്സിഡന്റ്. കണ്ടില്ലേ? ഓലെ ഓലെ മക്കളെ ഓലെ പോവണ്ട. ഇല്ലെന്ന് ഇവിടെ ഇരിക്കുവല്ലേ, പോണില്ല. ഒന്നാമത്തെ അമ്മ അരിഷ്ടം എന്താണ്ട് എടുത്ത് വെറും വയറ്റി കുടിച്ചിടർക്ക്. അതൊന്നും അങ്ങനെ കുടിക്കണതല്ല. ചേച്ചി അവിടെ അത് വെറും വയറ്റില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് അങ്ങനെയല്ലേ കഴിച്ചത്. പക്ഷെ ആ മരുന്ന് തീർന്നിട്ടേ പിന്നെ ആ കമ്പനിയുടെ അല്ല ഈ പ്രാവശ്യം കിട്ടിയത്. മറ്റേ ക്ലീറ്റോ ചേട്ടന്റെ ഒക്കെ കുശാൽ കേശത്തിന്റെ ആ കമ്പനി ഇല്ലേ, അതിന്റെയാ കിട്ടിയത്. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ സാരമില്ല, മരുന്നൊന്നാ കമ്പനി മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാ പറഞ്ഞു. നീ അത് എന്നോടൊന്ന് പറയണ്ടത്, അത് കേട്ട് കൊടുക്കണതിന്. ഇതൊക്കെ ഒന്നാമത്തെ കാര്യം. ഇവിടെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾ എന്താണ് കപ്സിറപ്പ് കഴിച്ച് കൊച്ചുങ്ങൾ മരിക്കുന്ന കാലമാണ്. ഈ സമയത്ത് വൃത്തിമന എന്നുള്ള സ്ഥലത്താണ് ഉണ്ടാക്കണതൊക്കെ. ചെക്കിംഗ് ഒന്നുമില്ല. എന്ത് ചെയ്യണം, എല്ലാം പൈസ കൊടുത്ത് മാറ്റുമല്ലേ. ഇല്ല പോണില്ല. അമ്മ ഒന്നുമില്ലമ്മ, പോണില്ലമ്മ. ഒന്നുമില്ല ഓലെ അമ്മ. അമ്മയുടെ വണ്ടി വിളിച്ചേട്ടാ. അമ്മേ അമ്മേ കണ്ണൂർന്നേ അമ്മേ. പോണില്ല. അമ്മേ ഇല്ല പോണില്ല. എന്താന്നാവോ ചേച്ചി? അമ്മ ഇല്ലമ്മേ, ഇവിടെ ഇരിക്കുവല്ലേ എല്ലാവരും. ഈ അമ്മ ഇപ്പൊ എന്തിനാണ് ഡാഡിയെ വിളിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഡാഡിയെ വിളിച്ച് ചീത്ത പറയാൻ വേണ്ടി ഇരിക്കുവാണ്. അതെ, അതാണ് അമ്മയുടെ പ്രശ്നം. എനിക്ക് കുറച്ച് തെണ്ണോണ്ടറി. അപ്പൊ പ്രാർത്ഥിക്ക്. അതെന്റെ എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇതിനിപ്പോ അച്ഛമ്മയെ വിളിച്ച് ചൂടാട്ട് എന്ത് കാര്യം? കുശാൽ കാശ് അങ്ങാരിന്ന് ഉരുട്ടി ഇറക്കുന്നുണ്ടാകില്ല. അങ്ങാര് അതിന്റെ വിതരണം അല്ലേ ചെയ്യുന്നുള്ളൂ. ദേ എന്റെ വായിരിക്കണ കേൾക്കരുത്. അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി എടുത്ത് അണ്ണാക്കിലോട്ട് ഒഴിക്കാത്ത എന്താ നീ? ഇതേ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു, പ്രായമായ അമ്മ ഒറ്റയ്ക്ക് കിടത്തല്ലേ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് അമ്മയ്ക്ക് രാത്രി എന്തോ പേടി കിട്ടിയതാ. നാളെ രാവിലെ കൊടങ്ങളെ പള്ളിയിലച്ഛനെ കൊണ്ടുപോയി തലമുട്ടിക്കാന്ന് പ്രാർത്ഥിച്ച തീരാണ് കാര്യമുള്ളൂ. മുറ്റത്തല്ലല്ലോ കിടന്നുറങ്ങണം. അമ്മ വർഷങ്ങളായിട്ട് കിടന്നുറങ്ങണം. അമ്മയുടെ മുറിയിലാ കിടന്നുറങ്ങുന്നത്. ഒന്നും പറ്റിയതല്ല. എന്താ ഉറക്കത്തിൽ പറ്റിയതല്ല. ഇതാ കുശാൽ കേശത്തിന്റെ വരിഷ്ടം കുടിച്ചിട്ട്. പിന്നെ കുശാൽ കേശം കിട്ടട്ടെ എന്നാലും ഞാൻ പറയണുള്ളൂ. ബാക്കി അത് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നേ മുത്തോ അല്ല തക്കുടോ അല്ല നല്ലൊരു സയ്യോ ആരെങ്കിലും അമ്മയ്ക്ക് കൂട്ടിന് കിടക്കണം. കൊള്ളത്തരം കാണിച്ച്. ഹലോ, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലില്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ അമ്മയ്ക്ക് എടുക്കുന്നില്ല. എന്റെ അമ്മയ്ക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലായിരിക്കും. എന്താ കാര്യമെന്നോ? നിങ്ങളുടെ മുടി വളർന്ന ഒരു മരുന്നുണ്ടായിരുന്നല്ലോ, കുശാൽ കേശം. അതിന്റെ അരിഷ്ടം നിങ്ങൾ ഇറക്കിയായിരുന്നോ? അതെടുത്ത് കുടിച്ചിട്ട് അമ്മയ്ക്ക് വയ്യാതായി. അമ്മ പിച്ചുമ്മയും പറയുക. ഇല്ല അത് ഇത്തിരി അധികം അങ്ങനെ കുടിച്ചിരുന്നെങ്കിൽ. അമ്മ ആദ്യം കുടിച്ചിരുന്നത് അതല്ല, വേറെ കമ്പനിയുടെ അരിഷ്ടായിരുന്നു. നിങ്ങളുടെ ഉടുക്കത്തെ ആവാനായിട്ട് ആ അരിഷ്ടം കുടിച്ചിട്ടാ. ഇപ്പൊ വിൽപ്പനയില്ലെങ്കിൽ വേണ്ട. ഇപ്പൊ വിൽപ്പന ഉണ്ടായി നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊന്നേനെ. പറയും ഞാൻ. കുറച്ച് നിങ്ങളുടെ വീട്ടിൽ മേടിച്ചുകൊണ്ടേ കൊടുക്ക്. എന്താ കൊടുക്കാത്തെ? ഈ അരിഷ്ടം കഴിച്ചെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പിച്ചും പേയൊന്നും പറഞ്ഞില്ല. കൂടി വന്നാൽ 10 ഏമ്പൊക്കെ അധികം ഗ്യാസ് കയറി. അതേ റൊണാൾഡോ നീ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അവനവന്റെ ഇതേ ഭ്രാന്ത് പിടിച്ചാ കണ്ടു നിൽക്കാൻ നല്ല സുഖവാ. ഞാൻ സൂഹിക്കാം. അപ്പൊ അമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു സങ്കടമില്ലെന്നാ. നീ ആണൊരുത്തനല്ലേ മച്ചമ്പി. അത് നമുക്കിനി അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോ നീ? ഞാൻ ചോദിച്ചട്ടെ, 100 പേരിൽ ഒരാൾ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അടച്ചു കൂട്ടാൻ പറ്റുമോ? 100 പേരുടെ കംപ്ലൈന്റ് ചെയ്യണം. അവരിപ്പോ അതിന്റെ മാർക്കറ്റിംഗ് നിർത്തി വെച്ചേക്കുക. എന്തുകൊണ്ട് അമ്മ പോയി നിർത്തി വെച്ചത്? ഈ അമ്മ മേടിച്ചോണ്ട് വരുന്ന മരുന്നുകൾ നിങ്ങൾ ആ മക്കളും മരുമക്കളും ഉണ്ട്.
ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ആ കമ്പനി മരുന്ന് നിർത്തിയത്? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ നിർത്തിയെന്ന് നിങ്ങൾ എന്റെ തല ഇല്ലാതെ ആങ്ങളെ വിളിച്ചിട്ട് നീ ഈ കുഴപ്പം പിടിച്ച സാധനങ്ങളിൽ മാത്രം ചെന്ന് കയറണ അങ്ങനെ കുറ്റം പറയുമ്പോ എനിക്ക് തണ്ണപ്പെടും. അതുകൊണ്ടാ ആണോ? അതായത് എന്റെ തള്ളയാ, എനിക്കും കുറച്ച് തണ്ണപ്പെടും. ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ? കൂടെ പോയോ? അത് കാണിച്ചില്ലല്ലോ. എന്താ പോഞ്ഞ്? അമ്മയുടെ മോനല്ലേ പോയേക്കും. ആ മോനെ വിളിച്ചു ഒരു അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടെന്ന് ഒരു പലയിടത്ത് കിടക്കുന്ന അങ്ങനെ എടുക്കണില്ല. ഞാനും വിളിച്ചിട്ട് എടുക്കുന്നില്ല. മച്ചമ്മയ്ക്ക് ന്യായം പറഞ്ഞല്ല തങ്കച്ചേട്ടൻ ഉള്ള കാര്യമില്ല. അങ്ങനെ എന്ത് തെറ്റ് ചെയ്ത് അത് പറ. അങ്ങേര് തെറ്റ് ചെയ്താണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം. നല്ല കാര്യങ്ങൾ ഇത് ചെന്ന് കേറുന്നത്, ചെയ്യുന്നത്, പോകുന്നത് എല്ലാം കുഴപ്പം പിടിച്ച അതാണ് ഇവിടുത്തെ വിഷയം. അത് പറ. കാര്യമല്ലേ ഇപ്പൊ അമ്മമ്മയ്ക്ക് വയ്യാത്തല്ലേ പ്രശ്നം? അതല്ല അമ്മയുടെ വിഷമം. അമ്മയില്ലേ? ഉണ്ട്. ചത്തു മനുഷ്യൻ. ശരി. ഇനി അരിഷ്ടവും കുടിക്കണ്ട, ഒരു കുന്തവും കുടിക്കണ്ട. അരിഷ്ടം കുടിച്ചോണ്ടല്ലേ? പിന്നല്ലാതെ എന്താ? ഇത് ചുമ്മാ അമ്മയ്ക്ക് വയസ്സായോണ്ട് ചില തോന്നലുകളും കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല. ഒന്നും അല്ലേ ചേച്ചി, സംഭവിക്കാൻ പോണ കാര്യം നേരത്തെ കണ്ട പോലെ അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ടാ നമ്മളോട് പോണ്ടാന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഈ പണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അയ്യർ ദ ഗ്രേറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്ത് അയ്യർ, അതായത് മമ്മൂട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നലുണ്ടാവും ഞാൻ ഇന്ന് ട്രെയിൻ അപകടം നടക്കുമെന്ന്. പക്ഷെ കൃത്യമായിട്ട് കുറേ ന്യൂസ് നോക്കുമ്പോൾ കാണാം കൃത്യമായിട്ട് ട്രെയിൻ അപകടം നടക്കും. അങ്ങനെ ചില തോന്നലുകൾ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ അമ്മ മമ്മൂട്ടിയായോ? അങ്ങനെ അല്ലടാ, അമ്മയ്ക്ക് നമ്മളെ പറ്റി എപ്പോഴും ഒരു ആവലാതി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിങ്ങനെ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുകൊണ്ട് തോന്നിയതാണ്. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ ചിലപ്പോൾ ഈ ദേജാവ് എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ നമുക്ക്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലും, നമ്മൾ ഒരിക്കൽ പോലും പോയിട്ടുണ്ടല്ലോ അവിടെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഈ സ്ഥലം നല്ല, ഈ മരം നല്ല ഓർമ്മ, ഈ ആല് നല്ല ഓർമ്മ എന്നൊക്കെ നമുക്ക് തോന്നും. ചില ആൾക്കാരെ നമ്മൾ കാണാൻ പറയും ഇവന് നമ്മൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയും ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഈ സുനാട്ട് എനിക്ക് വന്നിട്ടുണ്ട്. കുഴിമന്തി ഇറങ്ങിയ സമയത്തെ കൊടങ്ങാളൂർ ഒരു കടയിൽ ഞാൻ കുഴിമന്തി കഴിക്കാനായിട്ട് പോയി. ആദ്യമായിട്ട് അതൊരു ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോഴേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ച പോലെ എനിക്ക് തോന്നി. അങ്ങനെ രണ്ടെണ്ണം ഞാൻ അവിടെ കഴിച്ചില്ലേ. അത് ആ സാധനമല്ല, പിന്നെ അത് കൊക്കോപ്പുഴ തലയ്ക്കകത്തോട്ട് കയറിപ്പോയത്. ഇതിപ്പോ വേറൊരു കുഴപ്പം, വേറൊരു ചെറിയ കുഴപ്പമുണ്ട്. അല്ല കുഴപ്പമില്ല, സ്ഥിരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. കുഴപ്പമില്ലാന്നല്ല, കുഴപ്പമുണ്ട്. എന്റെ കാര്യം പറഞ്ഞേ. അമ്മയ്ക്ക് വന്നത് കുശാൽ കേശത്തിന്റെ കുഴപ്പമാന്ന് പറഞ്ഞ് ക്ലീറ്റോ മച്ചമ്പി വിളിച്ച് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താന്നറിയാ ചേച്ചി എന്തിനാ ടീച്ചറിനെ വിളിച്ച് വഴക്കിടാൻ പോയത്? ഇനിയിപ്പൊ എന്താ നോക്കിക്കണ, വിളിച്ചു പറയാല്ലേ? അമ്മ പോയി കിടന്ന് ചെല്ലു. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ച് കൂട്ടാനും വേണ്ട. നമ്മളിവിടെ ഉണ്ട്. ഹലോ. ഹലോ ഹലോ, അമ്മ വന്നു. അമ്മയ്ക്ക് അരിഷ്ടത്തിന്റെ ചിലപ്പോ ഉണ്ടാവും, പക്ഷെ ഇല്ല. അരിഷ്ടത്തിന്റെ അല്ലെന്ന് പറഞ്ഞ് അത് മുത്ത്, അത് താജാവു എന്ന് പറഞ്ഞു. ദേജാവു ആണെന്ന് പറഞ്ഞു. പറ. എന്താ കട്ടിയത്? എന്ത് ഒന്നും പറഞ്ഞില്ല. ഡാഡിക്ക് ഇനി പറയാനുണ്ടത്. ഇനി വേണ്ട മുത്ത്. എന്താ പറയണ? ഭയങ്കര തേജാവു. ഡേജാവു.